ഞങ്ങൾ അതായത് നിന്റെ കൂദാശാനുഷ്ഠരായി അവശേഷിക്കുന്ന സഹോദരന്മാർ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, പൗരോഹിത്യോചിതമായി ഇവനെ സ്വീകരിച്ച് യോഗ്യമായതിനെ ഇവനെ വാത്സല്യമാറാകണമേ. നിന്റെ ദാസരും ബലഹീനരുമായ ഞങ്ങളെ ഇവന്റെ സ്മരണ എല്ലാ നേരത്തും സമയത്തും സദാ നിർവഹിക്കുവാൻ യോഗ്യരാക്കണമേ. ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നുള്ള പുറപ്പാടിന് മുമ്പേ യഥാർത്ഥ അനുതാപികളും പശ്ചാത്തലമുള്ളവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. നിന്റെ കൂദാശാനുഷ്ഠാനം സ്തുതി പാടി പുകഴ്ത്തുകയും അബദ്ധമായി നിനക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യുന്ന സ്ഥലത്തെ ദുഃഖങ്ങളില്ലാത്തതും മരണവാഴ്ച നടത്താത്തതുമായ പ്രകാശപൂർണമായ സന്തോഷ സ്ഥലത്തെ സന്തോഷാനന്ദകരമായ നിന്റെ സ്തുതി പാടകരുടെ ആവാസസ്ഥലത്തെ നിന്റെ പ്രത്യക്ഷത വെളിപ്പെടുകയും സകല ജഡങ്ങൾക്കും നീതിപരമായ പ്രതിഫലം നിന്റെ പോലെ ലഭിക്കുകയും നിന്റെ ഭീകരമായ സിംഹാസനം തയ്യാറാക്കപ്പെടുകയും സ്ത്രീകളിൽ നിന്ന് ജനിച്ച സകലരും തിരുമുൻപാകെ നിലകൊള്ളുകയും ഇരുഭാഗങ്ങളെയും വേർതിരിക്കുവാൻ അഗ്നികടൽ അലറുകയും നീതിമാന്മാർക്കായി കിരീടങ്ങൾ നിർമ്മിക്കപ്പെടുകയും പുരുഷന്മാർക്ക് ദുരിതം നൽകപ്പെടുകയും രാജ്യം അതിന്റെ സന്താനങ്ങളാൽ സന്തോഷിക്കുകയും നരകം അതിന്റെ അവകാശികളാൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന സമയത്ത് നിന്നോടുകൂടിയുള്ള ആനന്ദത്തിന് നിന്റെ ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നന്മകൾക്ക് ഈ പുരോഹിതനെ അർഹനാക്കി തീർക്കണമേ. മനുഷ്യ സ്നേഹമുള്ളവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ആരാധകനും കൂദാശാനുഷ്ഠാനുമായ ഈ പുരോഹിതനെ നിന്റെ മണവറയിലെ യോഗ്യതയേറിയ ആഘോഷത്തിൽ നിന്ന് പുറന്തള്ളരുത്. നിന്റെ വിശുദ്ധന്മാരിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടുകയോ നിന്റെ വത്സരന്മാർക്ക് അന്യനായി ഭവിക്കുകയോ നിന്റെ മുഖപ്രസന്നതയിൽ നിന്ന് തള്ളപ്പെടുകയോ ചെയ്യുവാനിടയാകരുത്. കർത്താവേ, നിന്റെ പുരോഹിതന്റെ വായ അഗ്നികടലിനാൽ ബന്ധിക്കരുത്. നിന്റെ ശബ്ദങ്ങളാൽ നിന്നെ സ്തുതിക്കുകയും നാവുകൊണ്ട് നിന്നെ പുകഴ്ത്തുകയും മുടക്കം കൂടാതെ നിനക്ക് കീർത്തനം പാടുകയും ചെയ്യുന്ന ഈ പുരോഹിതന് സങ്കടത്തോടെ നിലവിളിക്കുവാനിടയാകരുത്. ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും ദേവിക കിന്നര ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതൻ പോകുകയും ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന കഠിന ശബ്ദം കേൾക്കുവാനിടയാകരുത്. കർത്താവേ, നിനക്ക് ആന്തരികമായി ദർശിക്കുകയും നിന്നുള്ള വിശ്വാസമാകുന്ന പ്രകാശത്തെ സൂക്ഷിച്ച് കാണുകയും രാവും പകലും ഉണർവോടെ അതിൽ വ്യാകരണം ചെയ്യുകയും ചെയ്യുന്ന ഈ പുരോഹിതന്റെ കണ്ണുകളെ കരച്ചിലും പല്ലുകടിയും മൂലം അന്ധകാരപ്പെടുത്തരുത്. നിന്റെ വിശുദ്ധ തിരുശരീര രക്തങ്ങളെ ശുശ്രൂഷിച്ച് ആഘോഷിച്ചിട്ടുള്ള കൈകളെ കഠിന ബന്ധനങ്ങളാൽ ബന്ധിക്കരുത്. നിന്റെ മധുബഹായുടെ വിശുദ്ധമായ പടികളിൽ ചവിട്ടിയിട്ടുള്ളതായ കാലുകളെ ഉഗ്രമായ ആരാധനകളാൽ ബന്ധിക്കരുത്. പിന്നെയോ നിന്റെ മുഖപ്രകാശം ഇവനായി ഉദിപ്പിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവനെ വസിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധമായ നിന്റെ വിളിയാൽ ഇവനെ വിശ്വാസപൂർവ്വം ഫലമേൽപ്പിച്ച കാലത്തുകൾ ലജ്ജ കൂടാതെ ധൈര്യസമേതം നിന്നെ ഏൽപ്പിക്കുവാൻ ഈ പുരോഹിതനെ ഇടയാകണമേ. കർത്താവേ, ഞങ്ങളെയും ഇവരെയും നിർമ്മല പുരോഹിതന്മാരും സത്യവിശ്വാസികളായ കൂദാശാനുഷ്ഠാകന്മാരുമായി തീരുവാൻ യോഗ്യരാക്കണമേ. മേലുള്ള യെരൂശലേമിലെ സഭയിൽ ഈ പുരോഹിതനെ ക്രമീകരിക്കണമേ. സുസ്ഥിരവും അഴിവില്ലാത്തതുമായ നിന്റെ മഹാവിശുദ്ധ സ്ഥലത്തേക്കുള്ള ഭാഗ്യകരമായ പ്രവേശത്തിന് ഇവരെ യോഗ്യനാക്കണമേ. അവിടെ ഞങ്ങളും ഇവരും നിനക്ക് പൂർണ്ണവും ശ്രേഷ്ഠവുമായ പൗരോഹിത്യ സേവനം അനുഷ്ഠിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. Amen.
Shayadal Nidran Majal Neganame
രക്തത്താലെ പോഷിതനാക്കണമേ മനോലം മാതാവിൽ മോലം നൽകിനാമേ കർത്താവേ മണ്ണാൽ സൃഷ്ടിച്ചെന്നിൽ ജീവ ശ്വാസം നീ ശൂന്യത്താൽ കരയണമേ നിസ്തുതിപാടിടാനാദിനെ ജീവൻ ദാനം ചെയ്തെഴുന്നേൽപ്പിച്ചിടണമേ
വിലാപം പാടില്ല. ഇരുകൂട്ടർക്കും ഗുണകരമാ പ്രാർത്ഥനനാഥൻ വേമാടിക്ഷിക്കുന്ന പാപവിമോചനമേ തൽശ്രുതിയേ മോചനമേശയതിന്മീതേ ഇരുമൈതണ ദൃഷ്ടാന്ത അപ്പം പിഞ്ഞെന്നീവയാ ചരിതത്താൽ പുണ്യാത്മാവാണെങ്കിൽ പൂർവികരാം ധർമ്മിഷ്ഠന്മാരൻ സംഘം ധന്യവനുണ്ടാകും ശുദ്ധരോടൊപ്പം ശ്രേഷ്ഠം നിൻ സേവനമാത്മീയന്മാർ മധ്യേ പരിശുദ്ധന്മാർ തൻകൂട്ടത്തിവൻ ആദാമോദിക്കേണം എന്താക പ്രിയരേ വന്നേ എന്നൊരു ശബ്ദം കേൾപ്പാനിടയാകട്ടെ. മരണം സഹജന്മാരെ എന്നെ നിങ്ങൾ തൻ സംസർഗത്തിനു വേറാക്കി ഇരുൾ നിറയുന്നൊരു പാതാളത്തിൽ വീണ്ടും സ്വാതന്ത്ര്യം നേടായി ബന്ധിച്ച പ്രാപിക്കും മകുടം പുനരുദ്ധാരത്തിൽ ശുശ്രൂഷക ശുദ്ധന്മാരിൽ ചേരും മണവറയിൽ പാടിടും നീ സ്തോത്രം. സ്തുത്യൻ നിന്നെ ഏറ്റവും താരൻ ആശ്വാസം തന്നോൻ പുത്രൻ സ്തോത്രാഹന്താൻ നീ പൂജിച്ചൊരു വന്യൻ റൂഹ നിന്നെ വലഭാഗെ നിർത്തും നിസ്സംദേഹം കോതനിക്കാനെ ബൈലോസ്കിനെ ബ്രോദാരോഹോ ഹൈ മൽക്കുസോദലോ വിസ്തറിയോ അംകാരിശേ ശുശ്രൂഷകനെ വാരനാമസിഹ കാവറിൽ കേടും നാചാര്യന് ഓണവേണം ആഘോഷിച്ചോ രാജാവിന്റെ ഗാത്രത്തിന്മേ മാരണം നാശം ചെയ്തിടല്ലേ. ദുർഘടഘട്ട
പ്രസക്തി എന്താണ് എന്ന് ഉൾക്കൊണ്ട് ധൈര്യപൂർവ്വം അതിനെക്കുറിച്ച് ഉപേക്ഷിക്കുവാൻ, അത് സഭയുടെയോ സമൂഹത്തിൻ്റെയോ വിദ്യാഭ്യാസ രംഗത്തെയോ അല്ല ആഗോളതലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിലാണെങ്കിലും വളരെ വ്യക്തതയുള്ള ഒരു ഉന്നത വ്യക്തിയായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനിടയായത്. എനിക്ക് കുറച്ച് മാത്രമേ ഇടപഴകുവാൻ ഇടയായിട്ടുള്ളൂ. പക്ഷേ മലങ്കര സഭയിലെ വളരെ ഉന്നതനായ മലങ്കര സഭയുടെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാത്തേപ്പുലസിൽ കൂടിയാണ് ഈ വൈദിക ശ്രേഷ്ഠനെ വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധപ്പെടാനിടയായത്. ചുരുങ്ങിയ അവസരങ്ങളാണെങ്കിലും നാവിൽ നിന്ന് വീഴുന്ന ശബ്ദത്തിന് അതിൻ്റെതായ മാന്യതയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് തെളിവ് നൽകുവാൻ തക്കമാണ് വളരെ വ്യക്തമായ രൂപവും ഭാവവും ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതെവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലി വിശേഷം. അത് മനുഷ്യബലത്തിൻ്റെ നന്മയ്ക്കായിരിക്കണം, ബന്ധങ്ങൾക്ക് ദൃഢത വരുത്താനായിരിക്കണം, സത്യം നിലനിർത്താനായിരിക്കണം എന്നുള്ള താല്പര്യങ്ങളൊക്കെ വളരെ ആവേശത്തോടെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് നാം ഇന്ന് യാത്രയാക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ബന്ധങ്ങളിൽ ഉള്ള വേരുകൾ നിറവായ ഒരു മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ ചില ചെടികളൊക്കെ അതിൻ്റെ വേരുകൾ, പന പോലുള്ള ചെടികൾ, അതിൻ്റെ വേരുകൾ പ്രത്യേകമായിട്ട് മണ്ണിൽ എത്തിയില്ലെങ്കിലും അതിൻ്റെ താഴെ മനോഹരമായിട്ട് പുതുതായിട്ട് വളർന്നു വരുന്നതാണ്. മഴക്കാലത്ത് ലഭിക്കുന്ന ജലം ആ വൃക്ഷത്തിന് പ്രയോജനകരമാക്കി തീർക്കുവാനായിട്ട് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജീവന്റെ ഒരു പ്രതികരണമായിട്ട് അതിനെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പുതിയ വേരുകൾ സൃഷ്ടിക്കപ്പെടുകയും പുതിയ ബന്ധങ്ങൾക്ക് നാന്ദി കൊടുക്കുകയും ബന്ധങ്ങൾക്ക് ദൃഢത വരുത്തുകയും വളരെ ആഠ്യത്വമുള്ള ഒരു ശൈലി വിശേഷം ലോകത്തിന് മാതൃകയായിട്ട് വരച്ചു കാട്ടുവാനായിട്ട് ഇടയാവുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുക. വളരെ പ്രായമായി കഴിഞ്ഞിട്ടും ഈ അടുത്ത നാളിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ബഹുമാനപ്പെട്ട വച്ചമ്മ ദിവതയായ അവസരത്തിലും ഭാഗ്യവശാൽ എനിക്കിവിടെ വരാനിടയായി. ഞങ്ങളൊക്കെ നാട് കടത്തപ്പെട്ട മനുഷ്യരാണ്, കേരളത്തിൽ എപ്പോഴും കാണണമെന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ ദേഹവിയോഗ അവസരത്തിലാണ് അല്പസമയം ഇവിടെ ചെലവഴിക്കാനിടയായ ഭാഗ്യമായി കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ നിർണായകമായിട്ടുള്ള സംഭാവനകളെ മലങ്കര സഭ വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുന്നു. എക്യുമെനിക്കൽ രംഗത്ത് നിർണായകമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ളതാണ്. വളരുന്ന തലമുറയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകുവാൻ, ശിക്ഷണത്തിൻ്റെ മാധുര്യം സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നിരത്തുവാൻ, വിദ്യാഭ്യാസ രംഗത്ത് വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധം കൈവരിക്കുവാൻ, അടുക്കൽ ചിട്ടയുമുള്ള ഒരു ജീവിതശൈലി വളരുന്ന തലമുറയ്ക്ക് ആവേശത്തോടെ ഏറ്റുവാങ്ങുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ള ഒരു വന്യ അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട മനുഷ്യനാണ് ഈ ലോകത്തോട് യാത്രയാകുന്നത്. ദീർഘമായി ഞാൻ പറയുന്നില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വം നമുക്കെപ്പോഴും മാതൃകയായി ഈ അവസരത്തിൽ നിര്യാതരാണ്. വിശുദ്ധബ്രാൻ്റെ സാന്നിധ്യത്തിൽ ധൂപപ്രാർത്ഥനകൾ നടത്തുകയും ദൈവസന്നിധിയിൽ സ്തോത്രഗീതങ്ങൾ വേർതിരിക്കുകയും ദിവ്യബലിയും മറ്റു കുദാശകളും അനുഷ്ഠിക്കുകയും ചെയ്ത് കർത്തൃസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിത ശ്രേഷ്ഠനെ അധോന്യ മാതൃ ശ്രദ്ധേയമായിട്ടുള്ള പതക്കമായി നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള ഇവരുടെ പ്രാർത്ഥനകൾ എമ്പുകരമായി ഭവിക്കട്ടെ. ഈ ജീവിതം നമുക്ക് മാതൃകാപരമായി ഭവിക്കട്ടെ. മാവേലിയുടെ വരവിൻ്റെ കാലഘട്ടം നമ്മൾ അനുസ്മരിക്കുന്നത് പോലെ ഈ വൈദിക ശ്രേഷ്ഠൻ്റെ ജീവിതം പലപ്പോഴും അയവിറക്കുവാൻ, ഓർമ്മകൾ പുതുക്കുവാൻ, അദ്ദേഹത്തിലുള്ള സന്ദേശം ഏറ്റുവാങ്ങുവാൻ, ആ ജീവിതത്തിൻ്റെ നൈർമല്യം നമുക്ക് മാതൃകയായിട്ട് നിലനിർത്തുവാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുണയായി ഭവിപ്പാൻ തക്കണം. ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകിച്ച് പരിശുദ്ധ പാവാതിരിയുടെ അനുശോചനം ഔദ്യോഗികമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിനന്ദ ഡോക്ടർ അത്താനസിനുവേണ്ടി അതിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രീതികരമായിട്ടിരിക്കുക. ഇതുപോലൊരു രോഗത്തിൻ്റെ ശുശ്രൂഷ ലോകത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന്
പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള സ്തോത്രത്തോടെ ദിവസങ്ങളിൽ സ്മരിക്കുക. അത് പ്രചോദനമായി അത് ഏറ്റുവാങ്ങാനുള്ള താല്പര്യം നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമായി ഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സ്വർഗീയ കുറിച്ചിലെ ശ്രദ്ധേയമായിട്ടുള്ള അനുഭവങ്ങളെ വിശുദ്ധൻ്റെ മഹത്തരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് പങ്കാളികളാണ് ഈ നാളുകളൊക്കെ വാദിക്കുമ്പോൾ ഈ വൈദിക സെഷനും നമ്മുടെ എല്ലാ വാങ്ങിപ്പോരും ഒരുമിച്ചുള്ള നമ്മുടെ തീർത്ഥയാത്ര തുടരുവാൻ വിശുദ്ധൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗ്യകരമായി അവനെ എതിരേൽക്കുവാൻ തക്കണം. ദൈവം ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും പോരായ്മകളും പരിമിതികളും ഓർക്കാതെ ഞങ്ങളെ ശുദ്ധീകരിച്ച് വരുത്താണമേ. നിന്റെ രാജ്യത്തിൻ്റെ ഓർമ്മിക്കാരായ ഞങ്ങളെ ഉയർത്തണമേ എന്നുള്ള നിയമപൂർവമായ പ്രാർത്ഥന ദൈവസന്നിധി സാധിക്കാം. ഈ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ചേർന്ന് ദൈവസന്നിധിയിൽ വിനായകരായി നമുക്ക് നമ്മുടെ നിമിഷങ്ങളെ വർദ്ധിക്കാം. സഭയുടെ രാജന്മാരായിരിക്കുന്ന അഭിനന്ദ അതുപോലെ അഭിനന്ദനായിരിക്കുന്ന ഡോക്ടർ തോമസ് സംഘടനായിരിക്കുന്ന സത്യാസനത്തിലുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സേവിക്കുന്ന വ്യവസ്ഥ പള്ളിയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാളെ 7:30 വിശുദ്ധ കുർബാന നമ്മുടെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പേര് ഓർമ്മ പ്രാർത്ഥിക്കുവാനും സംഭവമുള്ള വലിയ നിയമം ഈ ഇടവകയുടെ എല്ലാവരും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും വിശുദ്ധ ബലി സംബന്ധിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷയുടെ തുടർന്നുള്ള ക്രമങ്ങൾ നാളെ 9 മണിക്ക് ആരംഭിക്കും. 5-ാം ക്രമം 9 മണിക്ക് ആരംഭിക്കാൻ തക്കവണ്ണം കർത്താവിൽ പ്രത്യാശിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന വനിതാസന്മാരാകുന്നു പ്രിയപ്പെട്ടവരും സങ്കീർത്തനങ്ങൾ തിരുവചനങ്ങൾ വായിക്കും. അപ്പം മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ഗാനങ്ങൾ ആരംഭിക്കാൻ തക്കവണ്ണം ഏറെ ആധ്യാത്മിക നിറവോടുകൂടെ എല്ലാവരും ഈ ഭവനത്തിൽ അംഗണത്തിലും ക്രമീകരിച്ചിരിക്കുന്ന സ്നേഹത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് വാക്കുകൾ